നമ്മൾ ഒരു പവർ ബാങ്ക് ആണ് നിർമ്മിക്കാൻ പോകുന്നത്. 2 കണക്ഷനിലാണ് നമ്മൾ പവർ ബാങ്ക് നിർമ്മിക്കുന്നത്. അതിനു മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് രേഖപ്പെടുത്താനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലുള്ള ബോർഡ് നമുക്ക് ഓൺലൈനിൽ വാങ്ങാവുന്നതാണ്. ബ്ലാക്ക് വയർ ബി നെഗറ്റീവ് എന്ന ഭാഗത്തും റെഡ് വയർ ബി പോസിറ്റീവ് എന്ന ഭാഗത്തുമാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. റെഡ് വയർ നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവ് ഭാഗത്തും ബ്ലാക്ക് വയർ നമ്മൾ ബാറ്ററിയുടെ നെഗറ്റീവ് ഭാഗത്തുമാണ് കണക്ട് ചെയ്യേണ്ടത്. ഇതുപോലുള്ള ഒരു പ്ലാസ്റ്റിക് ബോക്സ് എടുത്തിട്ട് ചാർജ് ചെയ്യുന്ന പോർട്ട് പ്രത്യേകം അടയാളപ്പെടുത്തി അവ നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. സോൾഡറിങ് അയൺ ഉപയോഗിച്ചാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ആ ബോർഡ് ഈ ബോക്സിൽ വെച്ച് സെറ്റ് ചെയ്യേണ്ടതാണ്. ഗ്ലൂ ഗൺ ഉപയോഗിച്ചാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഗ്ലൂ ഗൺ ഉപയോഗിച്ച് തന്നെ ബാറ്ററിയും സെറ്റ് ചെയ്യുക. ഇതോടെ നമ്മുടെ പവർ ബാങ്കിൻ്റെ പണി പൂർത്തിയായി. നമുക്കിതൊന്ന് ചാർജ് ചെയ്ത് നോക്കാം. നമുക്ക് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ പവർ ബാങ്ക് ചാർജ് ആവുന്നുണ്ട്. ബാറ്ററിയുടെ എണ്ണം വർദ്ധിപ്പിച്ച് നമുക്ക് പവർ ബാങ്കിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാവുന്നതാണ്. ഇനി നമുക്ക് പവർ ബാങ്ക് ഉപയോഗിച്ച് ഫോൺ ചാർജ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഫോൺ ചാർജ് ആവുന്നുണ്ട്.